ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. റഹീമി എഫ് ഗെയിമിംഗ് യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് കൊനാമി ഫ്രീ ആയിട്ട് കൊടുത്ത കുറച്ച് ഓവർ പവർഡ് കാർഡ്സ് ഏതൊക്കെയാണെന്നാണ്. ആദ്യം എടുത്തൊക്കെയാണെങ്കിൽ കന്നവാരോൻ്റെ ഈ ഒരു കാർഡാണ്. സീം പെർഫോമൻസ് ഇപ്പോഴും ഗെയിമിൽ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിഫെൻസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ 100-ന് മുകളിൽ വരുന്നുണ്ട്. സ്പീഡും കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഉള്ളവരെന്തായാലും ഇറക്കി കളിപ്പിക്കേണ്ട ഒരു കാർഡാണിത്. അടുത്ത കാർഡ് കസേരസിൻ്റെ ഈ ഒരു കാർഡാണ്. പലരും എൻഡായിട്ട് ഇറക്കി കളിപ്പിക്കാത്ത ഒരു കാർഡ് തന്നെയാണിത്. നല്ല ഡിഫെൻസും അറ്റാക്കും ഒരേപോലെ തരുന്നുണ്ട്. നല്ല സ്പീഡും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു കാർഡ് തന്നെയാണിത്. അപ്പോൾ ഉള്ളവരെന്തായാലും ഇറക്കി കളിപ്പിക്കേണ്ട ഒരു കാർഡ് തന്നെയാണ് കസേരാസിൻ്റെ ഈ ഒരു കാർഡ്. അടുത്ത കാർഡ് ഡെയിലി ഗെയിം ബോക്സിൽ കൊടുത്ത ടോണി ആഡംസിൻ്റെ ഒരു ഫ്രീ കാർഡാണ്. നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. ഡിഫെൻസിങ്ങിൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല രീതിക്കുണ്ട്. പിന്നെ നെഗറ്റീവ് എന്ന് പറയാനായിട്ടുള്ള സ്പീഡാണ്. പക്ഷേ അത് ഇച്ചിരി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലാണ്ട് നല്ല പെർഫോമൻസ് തരുന്ന ഒരു കാർഡ് തന്നെയാണ് ടോണി ആഡംസിൻ്റെ കാർഡ്. അടുത്ത കാർഡെന്ന് പറയുന്നത് ബാറ്റിസ്റ്റൂട്ടിൻ്റെ ഈ ഒരു കാർഡാണ്. നല്ല കിക്കിങ് പവറും ഫിനിഷിങ്ങും കൊടുത്ത ഒരു കാർഡ് തന്നെയാണ് ഈ കാർഡ്. ഈ കാർഡ് ഇപ്പോൾ വന്ന് ഷൂട്ടിനാക്കി കഴിഞ്ഞാൽ ഗോളാണ്. അതിനു മുമ്പേ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി തന്നെ ഒരു കാർഡ് തന്നെയാണ്. ഉള്ളവരെന്തായാലും ഇറക്കി കളിപ്പിക്കേണ്ട ഒരു കാർഡാണ്. പിന്നെ നെഗറ്റീവായിട്ട് പറയാനുള്ള പാസിങ് ഇച്ചിരി കുറവാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. കിക്കിങ് പവറും ഫിനിഷിങ്ങും എല്ലാം നല്ല രീതിക്ക് എടുത്തൊരു കാർഡ് തന്നെയാണ് ബാറ്റിസ്റ്റൂട്ടിൻ്റെ ഈ ഒരു കാർഡ്. അടുത്തത് നമ്മുടെ മൈക്കിളോൻ്റെ ഈ ഒരു കാർഡാണ്. ബാറ്റിസ്റ്റൂട്ടിൻ്റെ കാർഡിന് പാസിങ് ആണ് കുറവെങ്കിൽ ഈ കാർഡിന് പാസിങ്ങും എല്ലാം നല്ല രീതിക്ക് കൊടുത്തൊരു കാർഡ് തന്നെയാണ്. ഉള്ളവരെന്തായാലും ഇറക്കി കളിപ്പിക്കേണ്ട ഒരു കാർഡാണ് ഈ കാർഡ്. അടുത്ത കാർഡ് നോക്കുകയാണെങ്കിൽ റൗളിൻ്റെ ഈ ഒരു കാർഡാണ്. ട്രഷർ ലിങ്കിൽ കൂടി കൊടുത്ത കാർഡാണിത്. നല്ല ഡ്രിബിളിങ്ങും ഫിനിഷിങ്ങും എല്ലാം കൊടുത്തിട്ടുള്ളൊരു കാർഡാണ്. സ്വയം കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഈ കാർഡ് തന്നെ മതി. അപ്പോൾ ഉള്ളവർ മിക്ക ആൾക്കാരും ഇറക്കി കളിപ്പിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് ഈ റൗളിൻ്റെ ഈ ഒരു കാർഡ്. അടുത്തത് നമ്മുടെ എംബാപ്പേൻ്റെ ഈ ഒരു കാർഡാണ്. എംബാപ്പേൻ്റെ കുറേ കാർഡുകളുണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തതും പിന്നെ പ്ലെയർ ഓഫ് ദി വീക്കിലൊക്കെ. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് നല്ല രീതിക്ക് സ്പീഡും എല്ലാം കൊടുത്തിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. ഉള്ളവരെന്തായാലും ഇറക്കി കളിപ്പിക്കേണ്ട ഒരു കാർഡാണിത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോസ്റ്റ കുർട്ടൻ്റെ ഈ ഒരു കാർഡാണ്. ഡെയിലി ഗെയിം ബോക്സിൽ കൊടുത്ത നല്ല പെർഫോമൻസ് ഇപ്പോഴും ഗെയിമിൽ തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. ഒപ്പോണൻ്റായിട്ട് വരുമ്പോൾ പലപ്പോഴും മറികടന്ന് പോകാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാർഡ് തന്നെയാണിത്. നല്ല സ്പീഡും ടാക്ലിങ്ങും എല്ലാം കൊടുത്തിട്ടുള്ളൊരു കാർഡ് തന്നെയാണിത്. അപ്പോൾ ഉള്ളവർ മിക്ക ആൾക്കാരും ഇറക്കി കളിപ്പിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് ഈ കോസ്റ്റ കുർട്ടൻ്റെ ഈ ഒരു കാർഡ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഒന്ന് വരെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.